ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഡൗൺ ടൗൺ ഏരിയയിലൂടെ നടക്കുവാണ്. ദുബായ് എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്ത നഗരം എന്നാണ് പറയുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്. അതുകൂടാതെ ഇസ്ലാമിലെ പുണ്യമാസമായ റമദാൻ വരന് ഇനി വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ റമദാൻ വരാൻ. അപ്പോൾ ഈ ഡൗൺ ടൗൺ ഏരിയ ഏത് സമയത്തും ഈ മരങ്ങളൊക്കെ അടിപൊളിയായിട്ട് എപ്പോഴും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റമദാൻ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഡൗൺ ടൗണിലെ റോഡുകളൊക്കെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണേന്ന് നമുക്ക് കാണാം. ഞാനിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ വാക്കിങ്ങിലാണ്, അപ്പോൾ സംസാരത്തിലൊക്കെ ചെറിയ കഥപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദുബായിലെ ഡൗൺ ടൗൺ ഏരിയ എങ്ങനെയുണ്ടെന്ന് കാണാം. ഉണ്ടോ ഈ പന 365 ദിവസവും ഈ ഡൗൺ ടൗൺ ഏരിയ എന്ന് പറഞ്ഞാൽ ദുബായിലെ ലക്ഷറി ഏരിയയുണ്ട്. ഈ പന എപ്പോഴും ഈ വഴി എപ്പോഴും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്ന ലൈറ്റുകളൊക്കെ കണ്ട റോഡിൽ ഫുള്ള്, അത് ശരിക്കും ഈ റമദാൻ്റെ ഇത് പ്രമാണിച്ചാണ്. ഇനി ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ ഏരിയയിൽ ഇങ്ങനെ നല്ല നല്ല ഡെക്കറേഷനും പിന്നെ ദുബായ് മോളും ബുർജ് ഖലീഫയൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി നല്ല നല്ല ലൈറ്റുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതാണ് ഡൗൺ ടൗൺ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ കാണുന്നത്, ആ ദൂരെ കാണുന്നുണ്ട്, അതാണ് ഒപ്പേര ഹൗസ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തും അവരുടെ കലാപരിപാടികളായ സംഗീത പരിപാടികളും അങ്ങനത്തെ ഡ്രാമ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന ഒപ്പേര ഹൗസിലാണ്. ദുബായിലെ ഈ ഒപ്പേര ഹൗസാണ് ആ കാണുന്നത്. അത് ശരിക്കും ഒരു ഷിപ്പിൻ്റെ ഷേപ്പിലുള്ളൊരു ബിൽഡിങ്ങാണ്. നമുക്കത് അടുത്ത ദിവസം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ഒപ്പേര ഹൗസ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഡൗൺ ടൗൺ ഏരിയയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു 3-4 കിലോമീറ്ററുകൾ ഇങ്ങനെ ചുറ്റും നടക്കുക. അപ്പോൾ വൈകിട്ടാവുമ്പോൾ ആൾക്കാർ നടക്കാനും ഓടാനും, പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് കംപ്ലീറ്റ് ടൂറിസ്റ്റുകളൊക്കെയാണ്. പിന്നെ ഈ റോഡിൻ്റെ 2 സൈഡിലും ലക്ഷറി റെസ്റ്റോറൻറ്റുകളാണ്. കണ്ടില്ല, എല്ലാ റെസ്റ്റോറൻറ്റും ഫുള്ളായിരിക്കുള്ളൂ. എക്സ്പെൻസീവ് ആണെങ്കിലും ദുബായ് എന്ന് പറഞ്ഞാൽ പൈസയുള്ളവരുടെയും ഒരു പറുദീസയാണ്. പൈസ എങ്ങനെ ആയിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുൾ ടൈം ഫുള്ളായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ആ ഒപ്പേര ഹൗസും ബാക്കിയുള്ള ഏരിയയൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഡൗൺ ടൗണിലെ റമദാൻ ഡെക്കറേഷനും എല്ലാം ആയിട്ടുള്ളത്. കണ്ടില്ലേ, കംപ്ലീറ്റ് നല്ല ഭംഗിയാണ്. എല്ലാ ബിൽഡിങ്ങുകളും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റോഡുകളൊക്കെ. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.